സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നേമമാണ്. ബി.ജെ.പി. അവരുടെ 2016 തുറക്കുകയും 2021 പൂട്ടിക്കുകയും ചെയ്ത അക്കൗണ്ട് അത് വീണ്ടും തുറക്കും എന്ന് പ്രഖ്യാപിച്ച് വളരെ നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വമേധയാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ മണ്ഡലം. സിറ്റിംഗ് എം.എൽ.എ മന്ത്രി വി. ശിവൻകുട്ടിയാണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വി. ശബരിനാഥൻ എന്ന് പറയുന്ന കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച അരുവിക്കരയിലെ മുൻ MLA ജി. കാർത്തികേയൻ്റെ മകൻ ഒരു യുവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ആ മണ്ഡലത്തിൽ അവരുടെ ശക്തി തെളിയിക്കാൻ ശ്രമം നടത്തുന്നു. വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്, ഒരു പക്ഷേ കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നേമമാണ്. അതിൻ്റെ പ്രാധാന്യങ്ങളിൽ ഒന്ന് BJP അക്കൗണ്ട് തുറക്കും, ഞങ്ങൾ ജയിക്കും എന്ന് അവർ ഉറപ്പിക്കുന്ന ആദ്യത്തെ മണ്ഡലം നേമമാണ് എന്നുള്ളതുകൊണ്ടാണ്. അത് സാധ്യമാകുമോ അല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ നിയമം എടുക്കുമ്പോഴേ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കഴിയുമ്പോൾ ഏറ്റവും അധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന്, ഏറ്റവും അധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട മൂന്നാമത്തെ മണ്ഡലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 36,262 വോട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം പൂർണ്ണമായും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമായ ഒരു മണ്ഡലം, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരം പിടിച്ചിട്ട് അധികം നാളാകുന്നതിന് മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ നിലയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് നിയമത്തിന്. ഈ നിയമത്തെ മത്സരത്തെ ഈ BJP വയ്ക്കുന്നൊരു ക്ലെയിമിനനുസരിച്ച് നമ്മളെങ്ങനെ കാണണം? ഈ 2008 നിലവിൽ വന്ന നിയമമണ്ഡലവും അതിന് മുമ്പുണ്ടായിരുന്ന നിയമമണ്ഡലവും തമ്മിൽ യഥാർത്ഥത്തിൽ കാര്യമായ സാമ്യങ്ങളൊന്നുമില്ല. തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിലെ 22 ഡിവിഷനുകൾ, 22 വാർഡുകൾ, തീർത്തും നഗരത്തിനകത്തുള്ള 22 വാർഡുകൾ ചേർന്ന ഒരു പുതിയ മണ്ഡലം 2008 ഡീലിമിറ്റേഷനിൽ രൂപപ്പെടുകയാണ് ചെയ്തത്. 2006 തെരഞ്ഞെടുപ്പ് എടുത്താൽ 5% മറ്റുമാണ് BJPയുടെ അവിടുത്തെ വോട്ട് ഷെയർ ഉള്ളത്. എന്നാൽ 2011 ആകുമ്പോഴേക്കും, അതായത് ഡീലിമിറ്റേഷന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അത് 30%-അടുത്തേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. 37% വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ BJPക്ക് വേണ്ടി ഡീലിമിറ്റേഷനിൽ ഒരു മണ്ഡലം സൃഷ്ടിക്കപ്പെടുകയാണ്. സൃഷ്ടിച്ചു എന്നല്ല, അങ്ങനെ രൂപപ്പെടുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്തെ ഒരു മേൽജാതി ഹിന്ദു വോട്ടും അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു നഗര വോട്ടും എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു BJP അനുകൂല മണ്ഡലം യഥാർത്ഥത്തിൽ 2008 ഡീലിമിറ്റേഷനിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും BJP അവിടെ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സെഗ്മെൻറ്റ് തിരിച്ച് കണക്കെടുത്താലും BJP അവിടെ 1ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് BJPക്ക് സംസ്ഥാനത്ത് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സീറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ ഒരു തവണ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ മറ്റ് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ളതുപോലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ ഇതര മുന്നണികൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു മണ്ഡലം കൂടിയാണ് നേമം. ഇപ്പോൾ ശിവൻകുട്ടി അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി തന്നെ LDFന് നേമത്തെ സംബന്ധിച്ചുള്ള അപ്രോച്ച് എന്താണ് എന്നത് തീരുമാനമായി കഴിഞ്ഞതാണ്. അത് നിലനിർത്തുക, ഒരു കാരണവശാലും അക്കൗണ്ട് വീണ്ടും തുറക്കാൻ BJPക്ക് അവസരം ഒരുക്കാതിരിക്കുക എന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായി തന്നെയാണ് LDF അതിനെടുത്തിരിക്കുന്നത്. ശബരിനാഥനെ നിർത്തുന്നതിലൂടെ കോൺഗ്രസും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചീത്തപ്പേര്, ഒരു ഘടകകക്ഷി സ്ഥാനാർത്ഥിയെ നിർത്തി വലിയ തോതിൽ BJPക്ക് വോട്ട് ഗാർണർ ചെയ്യാനുള്ള അവസരമൊരുക്കി എന്ന ചീത്തപ്പേര് നേരത്തെ 2016 BJP ജയിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആ ഒരു പഴി കേട്ടിട്ടുണ്ട്. അതിനവസരം കൊടുക്കാത്ത വിധത്തിൽ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ശബരിനാഥനെ തന്നെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആ ഏരിയയിൽ അവർക്ക് കിട്ടാവുന്നതിലെ ബെസ്റ്റ് സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി മുഴുവൻ വോട്ടും പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ, ഒരു ക്യാമ്പയിൻ്റെ പ്രതലത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ക്രമമെടുക്കുമ്പോൾ വി. ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖരൻ, ശബരിനാഥ്, അതാണ് അതിൻ്റെ ഓർഡർ. വളരെ സ്റ്റിഫായ, വളരെ ടൈറ്റായൊരു മത്സരം നേമത്ത് നടക്കുന്നു എന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. BJP
അവരുടെ ഒന്നാമത്തെ മണ്ഡലമായി കണക്കാക്കുന്നത് ഇപ്പോഴും നേമം തന്നെയാണ്. BJP ഒന്നാമത്തെ മണ്ഡലമായിട്ട് കണക്കാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 2011 കാര്യം ബഷീർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു. രാജഗോപാൽ അവിടെ മത്സരിക്കുമ്പോൾ 37.49%, അതായത് പുതിയ നേമം മണ്ഡലത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 37.49% വോട്ട് രാജഗോപാൽ അവിടെ 2011 നേടുന്നുണ്ട്. 2016 രാജഗോപാൽ ആദ്യമായിട്ട് BJPക്ക് വേണ്ടി ജയിച്ച് നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ BJPക്ക് കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് കൂടാണ്, 47.46%. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അന്നും ശിവൻകുട്ടി തന്നെയാണ്. ശിവൻകുട്ടിക്ക് കിട്ടുന്നത് 41.39% മാത്രം. അതേസമയം അന്ന് മത്സരിച്ച JDUവിൻ്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളയായിരുന്നു അന്ന് JDUവിന് വേണ്ടിയിട്ട് UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയത് 8.70% വോട്ട് മാത്രമായിരുന്നു. 10% താഴെ വോട്ടാണ് അന്ന് UDFിന് കിട്ടുന്നത് 2016 BJP ജയിക്കുമ്പോൾ. പക്ഷേ 2021 വരുമ്പോൾ ഈ സിനാരിയോ മാറുന്നുണ്ട്. കാരണം കോൺഗ്രസിന് വേണ്ടി K മുരളീധരൻ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ K മുരളീധരൻ 3-ാം സ്ഥാനത്താണെങ്കിൽ കൂടി K മുരളീധരൻ 36,524 വോട്ട് പിടിച്ചു. അതായത് 25.01%. ഏതാണ്ട് 15%-ലധികം വോട്ട് 2016 അപേക്ഷിച്ച് 2021 എത്തുമ്പോൾ UDF അധികമായിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ UDF അധികമായിട്ട് വോട്ട് പിടിക്കുമ്പോഴാണ് വി ശിവൻകുട്ടി അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത് 3,949 വോട്ടിന്. അതായത് UDF 15%-ലധികം വോട്ട് അധികം പിടിച്ചതിന് ശേഷവും ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3,949 മാത്രമാണ്. അപ്പോൾ അതായത് മുരളീധരൻ അന്ന് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ഞാനാണ് എന്ന് അവകാശപ്പെടുന്നതിൽ പോലും രാഷ്ട്രീയ സാങ്കത്യമുണ്ട്. വലിയ വോട്ട് മുരളീധരൻ പിടിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ശിവൻകുട്ടി ജയിക്കാൻ ഇടയായത്. പക്ഷെ അത് പറയുമ്പോൾ പോലും അതായത് ഞാൻ പറയുന്നത് ഈ 2016 9.70 മുരളി വരുമ്പോൾ 25.01% UDFിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ പോലും ഭൂരിപക്ഷം 3,946 ഉള്ളൂ. അതായത് UDFിൻ്റെ വോട്ട് മാത്രമല്ല അവിടെ BJPയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ കുറച്ച് വോട്ടുകൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 2016 ഈ ശിവൻകുട്ടി 2-ാം സ്ഥാനത്തെത്തുമ്പോൾ 41.39% വോട്ടുണ്ടായിരുന്നു LDFിന്. 2021 ശിവൻകുട്ടി ഒരു പ്രോ ഇൻകംബൻസി അന്തരീക്ഷം നിലനിൽക്കെ വിജയിക്കുമ്പോൾ 38.24% വോട്ടേ ഉള്ളൂ. അതായത് ഒരു 2% വോട്ട് അല്ലെങ്കിൽ ഒരു 3% വോട്ട് LDFിൻ്റെ കുറയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. അതൊരു പക്ഷേ ചിലപ്പോൾ മുരളിയിലേക്കും കുറച്ച് വോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും UDFിൻ്റെ വോട്ട് മാത്രമല്ല, UDFിൻ്റെ വോട്ടാണ് വലിയ തോതിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ LDFിൻ്റെ വോട്ടിലും ചെറുതല്ലാത്ത ഷിഫ്റ്റ് അവിടെ BJPക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. അതേ അന്തരീക്ഷം തന്നെ നിലനിൽക്കുകയില്ല. ചന്ദ്രശേഖരനാകട്ടെ ഒരു തവണ ഇപ്പോൾ ലോക്സഭയിലേക്ക് അവിടെ BJPക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അവിടെ BJPക്കാണ് ആ സെഗ്മെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായത്. ഒരു തവണ അവിടെ ടെസ്റ്റ് ചെയ്ത് മെജോറിറ്റി നേടിയ കാൻഡിഡേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിലൊരു വ്യത്യാസമുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കൊള്ളണം എന്ന നിർബന്ധമില്ല. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്തരീക്ഷം വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തരീക്ഷം വേറെയാണ്. നിയമസഭയിലേക്ക് ഭൂരിപക്ഷം കിട്ടാനും അധികാരത്തിലെത്താനും സാധ്യതയുള്ളത് ആര് എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ വോട്ടർമാരിൽ ഉണ്ടാകാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. പിന്നെ ഈ ശിവൻകുട്ടി അവിടെ തുടർച്ചയായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ശിവൻകുട്ടി സ്ഥിരമായി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ആ നിലയ്ക്കുള്ള ഒരു പരിചയം ശിവൻകുട്ടിക്ക് ആ മണ്ഡലവുമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലാവട്ടെ വളരെ നേരത്തെ തന്നെ ശിവൻകുട്ടി അവിടെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അവിടെയായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് നേരത്തെ മുന്നണിയും പാർട്ടിയും തീരുമാനിച്ച പോലെയായിരുന്നു. ശിവൻകുട്ടി ആ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഒരു പെർമനന്റ് ക്യാമ്പയിൻ പോലെയായിരുന്നു. കഴിഞ്ഞ തവണ വിജയിച്ചു കഴിഞ്ഞ ശിവൻകുട്ടി അടുത്ത തവണയും ഇത് ചെയ്യേണ്ടി വരും എന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ ഇടപെട്ടത് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമമണ്ഡലത്തിൽ ലോക്സഭയുടെ കീഴിൽ വരുന്ന നിയമമണ്ഡലത്തിൻ്റെ കണക്കെടുത്താൽ അദ്ദേഹം 1-ാം സ്ഥാനത്താണ്. ശശി തരൂരാണ് 2-ാം സ്ഥാനത്ത്. പക്ഷേ അദ്ദേഹവും നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയമമണ്ഡലം ലക്ഷ്യമിട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതേ പാറ്റേൺ 2016 കുമ്മനം രാജശേഖരനും ചെയ്തിരുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 6-7 മാസം മുമ്പ് കുമ്മനം അവിടെ പോയി വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശിവൻകുട്ടി അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അവിടെ വീണ്ടും മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ
എന്നിട്ട് പോലും കുമ്മനത്തിന് ആ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റില്ല. കുമ്മനത്തിന് ആ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. കുമ്മനം എന്ന് പറയുന്നത്, കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് സംസ്ഥാന BJPക്കും BJPയുടെ സംസ്ഥാനത്തെ പ്രവർത്തകർക്കും ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്കും RSSനും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. BJPയുടെ മുഖമായി അദ്ദേഹം വരാൻ വൈകി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സംഘപരിവാർ സംഘടനകളിൽ മുഴുവൻ ആഴത്തിൽ വേരുള്ള ഒരു വ്യക്തിയായിരുന്നു കുമ്മനം രാജശേഖരൻ. അത്തരമൊരു വേര് രാജീവ് ചന്ദ്രശേഖരന് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ ഒരു പക്ഷേ നിയമസഭയിലേക്ക് അതേപോലെ BJP ആ മണ്ഡലം പിടിക്കും എന്നതിന് കാരണമായി അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കിയ അഡ്വാൻറ്റേജ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നേടിയ 1-ാം സ്ഥാനവും തുടർന്നുള്ള 2-ാം സ്ഥാനവും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സെഗ്മെൻറ്റിലെ ഭൂരിപക്ഷം, അതോടൊപ്പം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം കോർപ്പറേഷൻ BJP ഭരിക്കാൻ തുടങ്ങിയ ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ മുൻനിർത്തിയായിരിക്കും കേരളത്തിലെ BJPയുടെ ക്യാമ്പയിൻ എന്നൊരു പ്രചാരണം അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊട്ടും നടപ്പായില്ല. അതായത് പ്രധാനമന്ത്രി നേരിട്ട് വരും, 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തെ മുൻനിർത്തി കേരളത്തിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കും, അതനുസരിച്ച് കേരളത്തിന് ഒന്നാകെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന മട്ടിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. അതിൻ്റെ തുടർച്ചയായി തിരുവനന്തപുരത്ത് ഈ പ്രധാന മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും നേമവും പിടിക്കാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കും. ഇതായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷേ കേരളത്തിന് വേണ്ടി പൊതുവായോ തിരുവനന്തപുരത്തിന് വേണ്ടി പ്രത്യേകിച്ചോ ഉള്ള ഒരു പാക്കേജും പ്രഖ്യാപനവും ഒന്നും ഉണ്ടായില്ല. ആ തരത്തിൽ അവരുടെ ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ BJP പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ത്രികോണ മത്സരം നടക്കുന്നു. അതിൽ കണക്ക് വെച്ച് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ അവിടെയുണ്ട്. അത്രയേ ഉള്ളൂ. അതേസമയം ശിവൻകുട്ടിയെ സംബന്ധിച്ച് അവിടെ LDFൻ്റെ വോട്ട് ശതമാനം എന്നത് ഒരു ഘട്ടത്തിലും ഒരു നിശ്ചിത ലെവലിന് താഴേക്ക് പോയിട്ടില്ല. അതതിൻ്റെ ഇപ്പോൾ 2006 ഈ മണ്ഡലമാകുന്നതിന് മുമ്പ് 41.79%, അതായത് പഴയ നിയമം മണ്ഡലത്തിൽ. പക്ഷേ 2011 2008 ഡീലിമിറ്റേഷൻ ശേഷം 42.99%, 2016 41.39%, 2021 38.24%. അതായത് കോൺഗ്രസ് വന്ന് മുരളീധരൻ വന്ന് വലിയ വോട്ട് അങ്ങോട്ട് പിടിക്കുന്ന ഘട്ടത്തിൽ ഒരു 3% വ്യത്യാസം LDFൻ്റെ വോട്ട് ഷെയർ ഉണ്ടായതൊഴിച്ചാൽ ഏതാണ്ട് 40% വോട്ട് ഷെയർ എന്നത് നിയമമണ്ഡലത്തിൽ LDFനുണ്ട്. അത് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇലക്ടറലി ഒരു അഡ്വാൻറ്റേജ് ശിവൻകുട്ടിക്ക് അവിടെ ഉണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ഇപ്പോൾ ബഷീർ നേരത്തെ പറഞ്ഞ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം വെച്ചുകൊണ്ട് BJPക്കുള്ള ഒരു എഡ്ജിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ എഡ്ജ് ഓൾറെഡി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രയോജനപ്പെടുത്തിയിട്ടില്ല. മോഡി വരും, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. മോഡി വന്നു, പക്ഷേ ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ, ഒരു വലിയ ആഘോഷമൊന്നും ആകാത്ത വിധത്തിൽ അത് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് അവിടെ തീർന്നു എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, ഈ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ശിവൻകുട്ടിക്കുള്ള അവിടുത്തുകാരൻ അല്ലെങ്കിൽ ആ നാട്ടുകാരൻ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച ആ അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ സാധിക്കില്ല. ശബരിനാഥനെ സംബന്ധിച്ചും ശബരിനാഥൻ ആ പ്രദേശത്തുകാരനാണ്. ശബരിനാഥൻ്റെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റും. ജി കാർത്തികേയൻ്റെ ഒരു പിൻഗാമി അല്ലെങ്കിൽ മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള ഒരു ജി കാർത്തികേയനുള്ള ഉണ്ടായിരുന്ന ഒരു സ്വാധീനം, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം, അതൊക്കെ ഒരു പക്ഷേ ശബരിനാഥനും കഴിഞ്ഞ തവണത്തെ പോലെ മുരളിയെപ്പോലെ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പാകത്തിനുള്ള ഒരു ഊർജം അവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ശബരിനാഥൻ തീർച്ചയായും അവിടത്തേക്ക് നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എന്നത് നിയമത്ത് നേരത്തെ ഉണ്ടായിരുന്ന ശക്തനൊക്കെ വിജയിക്കുന്ന കാലത്തെ നിയമമല്ല ഇത്. ഇവിടെ കോൺഗ്രസിന് അങ്ങനെ ഒരു സംഘടനാ സംവിധാനമില്ല. മുരളീധരൻ മത്സരിച്ച കാലത്തും മുരളീധരൻ്റെ വ്യക്തിഗതമായ ഒരു എഫർട്ടിൻ്റെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ആ മത്സരം പോലും അങ്ങനെ നടന്നത്. അപ്പം ശിവൻകുട്ടി അനുഭവിക്കുന്ന അഡ്വാൻറ്റേജ്, സംഘടനാപരമായ സംവിധാനം എന്നത് യഥാർത്ഥത്തിൽ ശബരിനാഥ് അനുഭവിക്കുന്നില്ല. ഇപ്പോൾ രേവന്ത് റെഡ്ഡി വരുന്നു, വലിയ ക്യാമ്പയിൻ നടത്തുന്നു. രേവന്ത് റെഡ്ഡി ഒരേ സമയം CPMനെയും BJPയെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടത്തുന്നു, വലിയ റോഡ് ഷോ നടത്തുന്നു.
ശബരിനാഥൻ തന്നെയും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മത്സരിച്ച ആളാണ്. ആ നിലയ്ക്കുള്ളൊരു ഈസിനെസ് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ ഒരു UDF അവരുടെ ഒരു എല്ലാ എഫേർട്ടും എടുക്കുന്നു എന്ന ഫീൽ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആട്ടെ, രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള വലിപ്പം, BJPയുടെ ടോപ്പ് ലീഡർഷിപ്പുമായി ബന്ധമുള്ള ആൾ എന്നുള്ള ഒരു നറേഷൻ, പിന്നെ BJPയുടെ ഒരു ഫണ്ട് ഫ്ലോ അത് ഭയങ്കരമായി സംഭവിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം. അതിഭയാനകമായ വിധത്തിലുള്ള ഫണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഗ്രൗണ്ടിൽ കാണാവുന്നതാണ് ആ ഫണ്ട് ഫ്ലോ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന് ഇവരെക്കാൾ കൂടുതൽ ഫണ്ട് ഫ്ലോയുടെ കാര്യത്തിൽ ഒരു എഡ്ജ് ഇവരെക്കാൾ കൂടുതൽ രാജീവ് ചന്ദ്രശേഖറിന് ആ മണ്ഡലത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇതര BJP സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഇപ്പോൾ BJPയുടെ ഫണ്ട് എത്രയാണോ ആ ഫണ്ട് മുഴുവൻ നേമത്ത് സ്പെൻഡ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും. മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ വരുന്ന പ്രചാരണത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചാരണത്തിൽ ഈ ഒരു ഇതൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷേ 2016 O രാജഗോപാൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്നത് രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എപ്പോഴും സംശയം തന്നെയാണ്. ഒന്ന്, അവിടുത്തെ ഡെമോഗ്രഫി അനുസരിച്ച് പരമ്പരാഗതമായ വോട്ടിൽ ഒരു നേതൃത്വ അല്ലെങ്കിൽ ഒരു നേതാവിനോടുള്ള ഒരു കൂറ് പ്രഖ്യാപിച്ചുള്ള വോട്ടിംഗ് എന്നതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. അത് മുരളീധരൻ മത്സരിച്ചപ്പോഴും കുമ്മനം മത്സരിച്ചപ്പോഴും രാജഗോപാൽ മത്സരിച്ചപ്പോഴും എല്ലാം അതങ്ങനെയാണ്. അത്തരത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള വോട്ട് ബാങ്കുമായി അല്ലെങ്കിൽ വോട്ടേഴ്സുമായി ഒരു ബന്ധം രാജീവ് ചന്ദ്രശേഖരന് ഒരു ഓർഗാനിക്കായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ 3ാം സ്ഥാനത്തായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ. രണ്ട് കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്ന്, ഈ SIRൻ്റെ 36,262 വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേമം മണ്ഡലത്തിൽ നിന്ന്. അതൊരു പക്ഷേ നഗരമണ്ഡലമാണ്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, ട്രാൻസ്ഫർ ഒരുപാടുണ്ടാകും, വീട് മാറ്റങ്ങൾ ഒരുപാടുണ്ടാകും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2016 ഈ വോട്ടിലെ ഒരു പോർഷനും കൂടി ചേർന്നാണോ രാജഗോപാൽ വിജയിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ മേ ബി അതാവാം, അങ്ങനെയും സംഭവിക്കാം. അതുപോലെ ഈ 1ാം സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ സെഗ്മെൻറ്റിലെ 1ാം സ്ഥാനം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അഡ്വാൻറ്റേജ്, ഇതെല്ലാം ഈ മാറ്റപ്പെടുന്നതിന് മുമ്പുള്ള വോട്ട് അല്ലേ? അതെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്താം, പട്ടികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കഴിഞ്ഞ 2021-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ ഒരു പക്ഷേ ഇതിലെ ചെറിയൊരു വോട്ടെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുമാത്രമല്ല, ഇപ്പോൾ മറ്റു പല മണ്ഡലങ്ങളിലും ചെയ്ത പോലെ നേമം ഫോക്കസ് ചെയ്തുകൊണ്ട് നേമത്ത് കൂടുതൽ വോട്ട് ചേർക്കാനൊക്കെ നേരത്തെ ചെയ്ത പോലെ വോട്ട് കൂട്ടിയതാണ് അന്ന് പ്രതിഫലിച്ചതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. നേമം പോലുള്ള മണ്ഡലങ്ങളിൽ സാധാരണ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനം കുറവാണ് കാണിക്കാറ്. അതായത് മറ്റിതര നിയമസഭാ മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനം വളരെ താരതമ്യേന കുറഞ്ഞു നിൽക്കാറാണ് പതിവ്. ഇത്തവണ ഒരുപക്ഷെ ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് ശതമാനം കൂടാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. ഈ പറയുന്ന നമ്പർ ഒരുപക്ഷെ ഡിസിസീവ് ആയേക്കും എന്നെനിക്ക് തോന്നുന്നു. ആ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ മുൻകാലത്ത് ഡെലിബറേറ്റ് ചെയ്ത് ചേർക്കപ്പെട്ട വോട്ടുകളാണെങ്കിൽ അതിൻ്റെ ആഘാതം ഡിസഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട്. അവസാനമായി നമുക്ക് ആലോചിക്കേണ്ടത് ഈ SDPയുടെ ഒരു പ്രസൻസ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത്യാവശ്യം വോട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് നേമം. ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വോട്ടുണ്ടോ? ഡിസിസീവ് അല്ല, പക്ഷേ എങ്കിൽ പോലും അവർക്ക് വോട്ടുണ്ട്. ഡിസിസീവ് മെജോറിറ്റി വരികയാണെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടുണ്ട്. ആ വോട്ട് സാധാരണഗതിയിൽ BJPക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റിന് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. ഇത്തവണ SDPയുടെ വോട്ട് സംബന്ധിച്ചുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. LDF SDPയോട് വോട്ട് ചോദിച്ചു എന്നും വോട്ട് ചോദിക്കുകയല്ല ചെയ്തത്, ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് LDF വിശദീകരിക്കുന്നു. സ്ഥാനാർത്ഥി ശിവൻകുട്ടിയും വിശദീകരിക്കുന്നു. ഇങ്ങനെ ഒരു സിനാരിയോ അവിടെ ഡെവലപ്പ് ചെയ്തുണ്ട്. ഈ കോൺട്രവേഴ്സി ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കുറെ കൂടെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവം ഈ തിരുവനന്തപുരം നഗരത്തിനുണ്ട്. അപ്പോൾ ആ നഗര വോട്ടർമാരെ ഈ ആരോപണം സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകളുടെ ഒരു ഏകീകരണം, അതിൻ്റെ ഒരു കൗണ്ടർ വോട്ട് വരുമോ എന്ന കാര്യത്തിൽ ആ പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. നിയമം കേന്ദ്രീകരിച്ചു കൂടിയാണ് ഈ STPIയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ ഒരു കൗണ്ടർ വോട്ട് ഉണ്ടാകുമോ? ഈ STPI ബന്ധം ആരോപിച്ച് ശിവൻകുട്ടിക്ക് കിട്ടേണ്ട വോട്ട് കുറഞ്ഞു പോകുമോ എന്ന കാര്യത്തിൽ അത്തരത്തിലൊരു
ഒരു ഒന്ന് വ്യക്തി കേന്ദ്രീകൃതമാണ്, സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമാണ് അവിടുത്തെ പ്രചാരണം. അതല്ലെങ്കിൽ നിയമം സാധാരണഗതിയിൽ വോട്ട് ചെയ്യുന്നത് പോലും സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ്. ആ നിലക്ക് ശിവൻകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും. ഒരു പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടിൽ ഈ ഒരു കാരണം കൊണ്ട് വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന SDPI കൊടുക്കുന്നു എന്ന് പറയുന്ന തുച്ഛമായ വോട്ടിൻ്റെ അതിനേക്കാൾ വലിയൊരു വോട്ട് ആ കാരണം കൊണ്ട് നഷ്ടപ്പെടും എന്നൊന്നും പറയാവുന്ന സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇതൊരു സബ്ജക്റ്റായി അവിടെ ഉയർന്നു വരുന്നുണ്ട്, പ്രചാരണ വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ഷനിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിയാൽ വി ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, ശബരിനാഥൻ, ആ ക്രമം തന്നെ നമ്മൾ ആ ക്രമത്തിൽ തന്നെ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ BJPയുടെ പ്രചാരണത്തെക്കുറിച്ച് വരാൻ പോകുന്ന പ്രചാരണ രീതിയെക്കുറിച്ച് അന്ന് ഉയർന്നു കേട്ട വാർത്തകൾ, അഭ്യൂഹങ്ങൾ ഒക്കെ വെച്ച് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ഒരു എഡ്ജുണ്ട് എന്നായിരുന്നു എൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ. പക്ഷേ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആ അഡ്വാൻറ്റേജ് ഇല്ല. ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖരൻ, ശബരിനാഥ് എന്നാണ് എനിക്കിപ്പോൾ ആ പ്രചാരണത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് തോന്നുന്ന കാര്യം. റൈറ്റ്. എന്തായാലും വലിയ മത്സരത്തിന് വേദിയാവുന്ന നിയമം BJPയുടെ ഇനിയും അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കില്ല എന്ന് LDFും UDFും ആവർത്തിച്ച് പറയുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അക്കൗണ്ട് തുറക്കാൻ അവരുദ്ദേശിക്കുന്ന BJP ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് നേമമാണ്. ആ നേമത്ത് പൂട്ടിയ അക്കൗണ്ട് ആ നിലയിൽ തന്നെ ആയിരിക്കുമോ, അതോ രാജീവ് ചന്ദ്രശേഖറിലൂടെ ആ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ BJPക്ക് സാധിക്കുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.